നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇവിടുന്ന് ചാടിയ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. നീ സഞ്ജുവിന്റെ ആരാണെന്നുള്ള സത്യം പുറത്തു വരും. സഞ്ജുവിന് നീ ഉദ്ദേശിച്ച ജീവിതമാവില്ല കിട്ടാൻ പോകുന്നത്. പറഞ്ഞു കൊടുക്കടാ. താലി കെട്ടിയുള്ള ടെറസിൽ നിന്ന് എറിഞ്ഞു കൊന്നവനെന്ന പഴി വാങ്ങി തരാനാ ഇവിടെ പോകുന്നത്. ഇടി നിന്നെ രക്ഷിച്ചെന്നുള്ള കുറ്റം മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഒരേ ഒരു തവണ മാത്രമേ നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുള്ളൂ. അന്ന് പെരുവണ്ണപുരത്ത് വെച്ച് എന്റെ കഴുത്തിലൊരു താലി കിട്ടിയത് മാത്രം. പിന്നെ ഞാൻ എന്റെ വഴിക്ക് പോയില്ലേ. നിങ്ങളുമായുള്ള ചേച്ചിയുടെ ബന്ധം അറിയാതെ ചേച്ചി വിളിച്ചപ്പോ ഞാൻ അങ്ങ് കൂടെ പോയി. നിങ്ങളെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ രക്ഷപ്പെട്ടു പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നാലെ നിങ്ങൾ വന്നു. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അമ്മു. മൂന്നാറിലേക്ക് പോയി നിന്നെ സഞ്ജു പിന്തുടർന്നു വന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീകുട്ടി വാശി പിടിച്ചിട്ടാ. ഒരു ജോലി കിട്ടിപ്പോയ നിലയ്ക്ക് അവൾ സമാധാനത്തോടെ അവിടെ ജീവിക്കട്ടെ എന്നാ സഞ്ജു എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞാലും നിങ്ങക്ക് വരാതിരുന്നോടായിരുന്നോ? അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിനു വന്നു? നീ പറയുന്നത് ശരിയാ. നിന്റെ പിന്നാലെ ആദ്യം എന്നെ അയച്ചത് അമ്മ തന്നെയാ. പൂജ ചെയ്യാൻ വേണ്ടി അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് അയച്ചത്. അന്നാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ. കഥയറിയാതെ എവിടെ നിന്ന് കിട്ടിയ എന്റെ ഫോട്ടോ വെച്ച് നടത്തിയ ഒരു നാടകത്തിലേക്കാ നിന്നെയും കൊണ്ടു പോകുന്നെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. ആപത്തിൽ പെട്ടുപോകുന്നവരെ സഹായിക്കാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് തന്നെയാ താലി കെട്ടിയത്. പിന്നീട് 2 തവണ ഞാൻ നിന്റെ നാട്ടിൽ വന്നു. 2 തവണയും നിന്റെ കൂടെ വന്നതല്ല. സ്റ്റുഡിയോയിൽ വിവാഹ ഫോട്ടോ തേടിയ ആദ്യം വന്നത്. പിന്നീട് വന്നത് സച്ചിക്കൊപ്പം അവന്റെ ആവശ്യത്തിനും. എവിടേക്കാണെന്ന് പോലും പറയാതെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാ. ആ 2 തവണയും നരേന്ദ്രൻ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയോ അവിടെ വന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. നീ വിശ്വസിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാവാം. പിന്നെ മൂന്നാറിൽ നീ ആക്സിഡന്റ് പെട്ട് കിടന്നപ്പോ സ്വാതിയാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് അയച്ചത്. ഒന്നിനും നീയും ഞാനും കാരണക്കാരല്ലമ്മോ. എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. അമ്മൂന് യോഗം ഉണ്ടായിരുന്നു സഞ്ജു. ലക്ഷ്മി പൂജ ചെയ്ത് നിന്റെ ജീവൻ രക്ഷിക്കാൻ അവൾ വന്നത്. ഈ കുടുംബത്തെ പല ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് അമ്മൂന്റെ പ്രാർത്ഥനയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മോളെ അമ്മു, നേരൊന്ന് വിളിത്തോട്ടെ. നമുക്കെല്ലാം പ്രവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വിവരം അറിഞ്ഞിട്ട് ഇത്രയും നാൾ ആരോടും പറയാതിരുന്ന പ്രവേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുണ കാണിക്കും. നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയും ചെയ്യും. നീ സ്വാതിയെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്നെ ഈശ്വരതുല്യം കാണുകയാണെങ്കിൽ നീ ഇനി അവിവേകം കാണിക്കരുത്. എന്നെയും നിന്നെയും കൂട്ടിമുട്ടിച്ചത് ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരിക്കലും നമ്മളെ ചതിക്കില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തവരാ നമ്മള്. എടോ, നീയോ ഞാനോ സ്വാതിയെ ചതിച്ചിട്ടില്ല. സഞ്ജു എന്നോട് എല്ലാം പറഞ്ഞു. സത്യം എന്താണെന്ന് പ്രവേട്ടൻ മനസ്സിലാക്കണം. അതിനൊരു അവസരം പ്രവേട്ടൻ തരണം. എനിക്കറിയാമടാ,
നീയും ഈ ചതിക്ക് കൂട്ടു നിൽക്കുമായിരുന്നെന്ന്. ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങ് നല്ലവനായെന്ന് കേട്ടാ വിശ്വസിക്കാൻ മണ്ടനൊന്നുമല്ല ഞാൻ. എനിക്ക് മുൻപേ നീ ഈ സത്യം മണത്തറിഞ്ഞു. എന്നിട്ട് ഇവന്റെ കൂടെ കൂടി നല്ല കാശ് തട്ടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചതാ. പ്രഭേട്ടൻ എന്ത് വേണമെങ്കിലും എന്നെ പറ്റി പറഞ്ഞു. ഞാൻ ചെയ്തു പോയ കൊള്ളരുതായ്മകളുടെ പേരിൽ അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാ. സഞ്ജു അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയായ സാഹചര്യം അവിടെയുള്ള ആരോട് ചോദിച്ചാലും അവർ പ്രഭേട്ടനോട് പറഞ്ഞു തരും. ഇവന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് മുതൽ കല്യാണക്കുറി വരെ പുറത്തു വരണമെങ്കിൽ ഇവന്റെ ഫോട്ടോ എങ്ങനെയാ വീട്ടുകാർക്ക് കിട്ടി? യാദർച്ഛികമായി ഇവൻ അവിടെ ചെന്നതാണെന്ന് പറഞ്ഞ് ദിനേശൻ കഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം അമ്മുന്റെ വീട്ടുകാർക്ക് എവിടെ നിന്ന് നിന്റെ ഫോട്ടോ കിട്ടിയെന്ന്. നീ ഫിലിം സ്റ്റാർ ഒന്നുമല്ലല്ലോ നിന്റെ ഫോട്ടോ പുറത്തുള്ളവരുടെ കൈകളിലെത്താൻ. ഒരു ഉൾഗ്രാമത്തിലുള്ളവർക്ക് നിന്റെ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഇന്നും ആ ക്ഷേത്ര പരിസരത്ത് നിന്റെയും അമ്മുവിന്റെയും ഫ്ലെക്സുകൾ ഉണ്ട്. അതിലൊരു ഫ്ലെക്സാ എന്റെ കൺമുന്നിൽ വന്ന് വീണത്. ഇന്ന് വിവാഹിതരാകുന്ന ലക്ഷ്മിക്കും സഞ്ജയ് പണിക്കർക്കും ഒരു ഗ്രാമത്തിന്റെ വിവാഹ മംഗള ആശംസകളെന്ന്. നീ എന്താടാ കരുതിയത്? മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നോ? മറ്റൊരു പയ്യന്റെ ഫോട്ടോ വെച്ചിട്ട് നീ ചെന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ പറയുന്നത് കുറച്ചെങ്കിലും നേരുണ്ടെന്ന് വിശ്വസിക്കാമായിരുന്നു. എന്താ ഇവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടാ ഇവൻ എന്റെ മോളുടെ കയ്യിൽ എൻഗേജ്മെന്റിന്റെ റിംഗ് ഇട്ടത്. അങ്കിളിനോട് ഞാനത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ആ നാടിനെ പറ്റി ഞാൻ അറിയുന്നത് അമ്മ എന്നെയും കൂട്ടി അവിടെ പോകുമ്പോ മാത്രം. 21 ദിവസത്തെ പൂജയുടെ അവസാന ദിവസ വീണ്ടും ഞാൻ അവിടെ പോകുന്നത് തന്നെ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എന്നെ നിർബന്ധിച്ച് എല്ലാരും കൂടി അയച്ചതാ. അന്ന് അതൊക്കെ സംഭവിച്ചത്. നിർത്തേ. നീ എന്ന് പോയി എങ്ങനെ പോയി എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ആ വീട്ടുകാർക്ക് നിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നാണ്. നിനക്കത് പറയാൻ കഴിയില്ല. ഓഹോ, അപ്പൊ ഇത് പലർക്കും ഇവിടെ അറിയാമായിരുന്നു അല്ലേ? പറടാ, ഇനി ആർക്കൊക്കെ അറിയാം? കാവേരിക്കറിയാം, പിന്നെ ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞ നീ ഇവളും ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുകയായിരുന്നല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.